നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞതോടെ മുന്നണികൾ ആവേശത്തിലാണ്. എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായതോടെ കരുതലോടെയായിരിക്കും ഇനിയുള്ള UDF ക്യാമ്പിന്റെ നീക്കം. PV അൻവറിനെ പരമാവധി സഹകരിപ്പിക്കാനായിരിക്കും ഇനിയുള്ള UDFന്റെ ശ്രമം. ഷബീർ അമർ ചേരുന്നുണ്ട്. ഷബീർ, ഇനി ഓരോ നീക്കവും ഇതുവരെ അൻവറുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് കൊണ്ടുപോയത് എന്ന് നമ്മൾ കണ്ടതാണ്. UDFനകത്ത് തന്നെ അതിൽ എത്രത്തോളം ഭിന്നതയുണ്ടായി എന്നുള്ളത് കണ്ടതാണ്. പക്ഷേ ശക്തനായൊരു നേതാവിനെ CPM അവിടെ CPMനുള്ളിൽ നിന്ന് തന്നെ ഇറക്കുന്നു. സ്വാഭാവികമായിട്ടും കരുതിയിരിക്കേണ്ട സമയമാണ്. എന്തായിരിക്കും UDFൽ ക്യാമ്പിൽ നടക്കുന്ന ആലോചനകൾ? എന്ത് തീരുമാനത്തിലേക്ക് ഇന്നെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്? ധന്യ തന്നെ സൂചിപ്പിച്ചതുപോലെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ LDF കളത്തിലിറക്കിയിരിക്കുന്നത്, നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത്. ഈ ശക്തനായ സ്ഥാനാർത്ഥി, അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിലേക്ക് CPM എത്തുന്നത് അല്ലെങ്കിൽ LDF എത്തുന്നത് ഇവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പരുവപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അൻവർ കോൺഗ്രസ് തർക്കത്തിനകത്ത് നിന്ന് തന്നെ ആ നിലയ്ക്കൊരു സാഹചര്യം നിലമ്പൂരിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം സ്വാഭാവികമായും ഈ അൻവറും UDFും ഒത്തുചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ആ സഹകരണം മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും വിലയിരുത്തപ്പെട്ടിരുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് വലിയ സാധ്യതകളില്ല. കാരണം അൻവർ ഇവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നു, 2 തവണ വിജയിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണ UDF സ്ഥാനാർത്ഥിക്കാണെങ്കിൽ ആ നിലയ്ക്ക് UDFന് ഒരു മേൽക്കൈ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ട് എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. ആ ഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതടക്കമായിരുന്നു CPMന്റെ അല്ലെങ്കിൽ LDFന്റെ പരിഗണനയിൽ. ഇപ്പോൾ ഒടുവിൽ ഈ തർക്കം നീണ്ടുപോവുകയും ഒരു അപരിഹാരമായ പ്രശ്നമായി ഇത് മാറുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സമയത്ത് 2 പേരിലേക്ക് എത്തുന്നു. ആരാകുമെന്ന ആകാംക്ഷ ഉണ്ടാകുന്നു. അതിനുശേഷം ആ സമയത്ത് ചില FB പോസ്റ്റുകളടക്കം, മുമ്പ് ഇവിടെ മത്സരിച്ച VV പ്രകാശിന്റെ കുടുംബത്തിന്റെ FB പോസ്റ്റ് അടക്കം വലിയ തരത്തിൽ കോൺഗ്രസിനകത്ത് ഈ സീറ്റിനായൊരു തർക്കം നിലനിൽക്കുന്നു എന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് CPM ഇതെല്ലാം വിലയിരുത്തി ഇവിടെ ഒരു ജയസാധ്യതയുണ്ട് എന്ന് കൂടി കണക്കാക്കി എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പക്ഷേ UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നു. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത്, ഈ UDFന് ഈ മണ്ഡലം പിടിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നൊരു വിലയിരുത്തൽ കൂടി UDF ക്യാമ്പിനുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വരാനിരിക്കുന്ന 10 മാസങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തരത്തിൽ ഗുണം ചെയ്യും, മുതൽക്കൂട്ടാകുമെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ആ നിലയ്ക്ക് കൂടിയാണ് PV അൻവറുമായി ഇപ്പോഴും UDF ചർച്ച നടക്കുന്നത്. PV അൻവർ UDFുമായി സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി വരെ ഏതാണ്ട് ചർച്ചകളെല്ലാം അവസാനിച്ചു. ഇവർ രണ്ടുപേരും 2 വഴിക്കും, UDFന്റേതായ വഴിക്കും PV അൻവറിന്റേതായ വഴിക്കും പോകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഘട്ടത്തിലാണ് PV അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്നൊരു അറിയിപ്പ് നൽകുന്നത്. ഈ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിപ്പ് നൽകി മാധ്യമങ്ങളെല്ലാം അവിടെ എത്തി. ഈ ഒരു ഘട്ടത്തിലാണ് PV അൻവറിന് ചില സുപ്രധാനമായ വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് UDFന്റെ നേതാക്കൾ തന്നെ PV അൻവറിനെ ബന്ധപ്പെടുന്നു. ഈ ഒരു പകൽ കൂടി കാത്തിരിക്കണം, ഈ പകലിൽ തീരുമാനമുണ്ടാകും എന്ന് UDFന്റെ നേതാക്കൾ പറയുന്നു. ഒപ്പം തന്നെ സമുദായ നേതാക്കളും 3 സമുദായങ്ങളുടെ നേതാക്കളും തന്നെ ബന്ധപ്പെട്ടു എന്ന് PV അൻവർ പറയുന്നപ്പോൾ ഒരു പ്രശ്ന പരിഹാര ചർച്ചയിലേക്ക് പോകുന്നു. സ്വാഭാവികമായും UDFന് PV അൻവറുമായുള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു എന്ന് കൂടി പറയാം. കാരണം CPM പാർട്ടി ചിഹ്നത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി, അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ, ഈ മണ്ഡലംകാരനായ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുന്നു. ആ നിലയ്ക്ക് CPM വലിയ ആത്മവിശ്വാസം കാണിക്കുന്നു. അപ്പോൾ PV അൻവറിനെ പിണക്കിയാൽ അതൊരു പക്ഷേ തങ്ങൾക്ക് തിരിച്ചടിയാകും. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അടക്കം സ്വാധീനിച്ചേക്കുമെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. അപ്പോൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ PV അൻവറുമായുള്ള പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ പറയേണ്ടത് സാധ്യത മാത്രമാണ്. കാരണം PV അൻവർ UDF ഘടകകക്ഷി എന്ന ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം UDF ഘടകകക്ഷി എന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ല. നേരത്തെ അസോസിയേറ്റഡ് ഘടകകക്ഷി എന്ന ആവശ്യം താൻ അംഗീകരിച്ചതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ചില നേതാക്കൾ ഉയർത്തി, അല്ലെങ്കിൽ ഒരു നേതാവ് ഉയർത്തി, ആ നേതാവാണ് പ്രശ്നം എന്നതെല്ലാം PV അൻവർ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഘടകകക്ഷി എന്ന ആവശ്യം UDF അംഗീകരിക്കുമോ, കോൺഗ്രസ് അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ വളരെ കരുതലോടെ ആയിരിക്കും ഇനി UDFന്റെ ഓരോ നീക്കങ്ങളും. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു പക്ഷേ അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, 2 വർഷം പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ TMCയുടെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അനുമതി അൻവറിന് കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ സമ്മർദ്ദതന്ത്രമായിരിക്കാമെങ്കിൽ പോലും ജയവും തോൽവി എന്നതിനപ്പുറത്തേക്ക് അൻവർ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മറ്റൊന്ന്, ഇനി UDFനൊപ്പം സഹകരിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളതുണ്ട്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അൻവർ വോട്ട് ചോദിക്കുമോ എന്നത് മറ്റൊരു ഭാഗത്തുമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും തനിച്ച് മത്സരിക്കാൻ ഈ ഇന്നലെ TMCയുടെ തന്നെ നേതാക്കൾ പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരം എന്നൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി LDFന് സഹായകരമായില്ലേ? അതിൽ UDF എത്രത്തോളം പേടിക്കുന്നുണ്ട്?
അതിന് സ്വാഭാവികമായും അത്തരമൊരു വിലയിരുത്തലുണ്ട്. PV അൻവർ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ UDF-ന് സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് UDF ക്യാമ്പ് തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അടക്കം ആരോപണം ഉന്നയിച്ച് ആക്ഷേപിച്ചതിന് ശേഷവും PV അൻവറുമായി ചർച്ച നടത്താമെന്ന നിലയിലേക്ക് UDF നേതൃത്വം എത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെ പേരെടുത്താണ് PV അൻവർ വിമർശിച്ചത്. തന്നെ കുരുതി കൊടുക്കാൻ ശ്രമിക്കുന്നു VD സതീശൻ എന്നതടക്കമുള്ള വിമർശനം PV അൻവർ ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷവും ഒരു ചർച്ചയിലേക്ക് UDF പോകുന്നുണ്ടെങ്കിൽ അത്തരമൊരു ആശങ്ക PV അൻവർ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നൊരു ആശങ്ക UDF ക്യാമ്പിനകത്തുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് PV അൻവർ ഇവിടെ ഉന്നയിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ PV അൻവർ വിമർശിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ സർക്കാരിന്റെ നയങ്ങളെ തുറന്നെതിർത്തുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടി വിട്ടുപോരുന്നത് അല്ലെങ്കിൽ ആ പാർട്ടിയുമായുള്ള ബന്ധം വിട്ടുപോരുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയം കൂടി ചർച്ചയാവുകയാണെങ്കിൽ സ്വാഭാവികമായും നിലവിലെ സർക്കാരിനെതിരെ കൂടി PV അൻവർ വോട്ട് ചോദിക്കും. ആ നിലയ്ക്ക് LDF-നും UDF-നും ലഭിക്കേണ്ട വോട്ടുകൾ സ്വാഭാവികമായും PV അൻവർ സമാഹരിക്കാനാണ് സാധ്യത. പക്ഷേ കൂടുതൽ നഷ്ടം വരിക, അങ്ങനെയാണെങ്കിൽ പോലും കൂടുതൽ നഷ്ടം വരിക ഇടതുപക്ഷ ക്യാമ്പിനായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ നിലയ്ക്കാണ് UDF-നായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ നിലയ്ക്ക് കൂടിയാണ് UDF ക്യാമ്പ് PV അൻവറിനുമായുള്ള തർക്കത്തിൽ കരുതലോടെ നീങ്ങുന്നത്. ഇനിയിപ്പോൾ ഈ പകലിൽ മാത്രമാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നാളെ കഴിഞ്ഞാൽ 2-ാം തീയതി നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. ഇതിനു മുമ്പ് ഒരു പരിഹാരത്തിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ താൻ നോമിനേഷൻ നൽകുമെന്ന് തന്നെയാണ് PV അൻവർ ആവർത്തിച്ച് പറഞ്ഞത്. അവരുടെ TMC-യുടെ നേതൃയോഗങ്ങളിലും PV അൻവർ മത്സരിക്കണമെന്ന ധാരണയുമായി ഇന്നലെ രാത്രിയും മത്സരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം തന്നെ PV ഷബീർ റഹ്മാനാണ് UDF-ൽ എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെ ആലോചനകൾ നടക്കുന്നു, എത്രത്തോളം സമ്മർദ്ദത്തിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നൽകിയത്.